അസ്ലം ഇന്നത്തെ സംഭവവികാസങ്ങൾ കണ്ടു. ഓരോ ദിവസവും ഓരോ സംഭവങ്ങളാണ് അവിടെ. അപ്പം ഇന്നിപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകളൊക്കെയാണ് വിവാദം കൊണ്ടുവന്നിരിക്കുന്നത്. അതുതന്നെയാണ് വലിയ ചർച്ചയാവുന്നത്. പ്രതിപക്ഷ നേതാവും LDF-നെ സംബന്ധിച്ച് പാർട്ടിയുടെ CPM-ന്റെ സെക്രട്ടറിയും ഉൾപ്പെടെയൊക്കെ പ്രതികരിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പിന്തുണ വിവാദം എത്തി നിൽക്കുകയാണ്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ ഇന്നുള്ള പ്രചാരണം എങ്ങനെയായിരുന്നു, എത്ര ചൂട് കൂടുന്നുണ്ട് പ്രചാരണത്തിന് നിലമ്പൂരിൽ? എല്ലാ ദിവസവും ഓരോ വിവാദം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇന്ന് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സംബന്ധിച്ചുള്ള വിവാദത്തിലേക്കാണ് ആദ്യം വന്നത്. സെയ്ഫ്, എല്ലാ ദിവസവും വിവാദങ്ങൾക്കും ഇവിടെ ക്ഷാമമില്ല. വെൽഫെയർ പാർട്ടിയുടെ ഇന്നലത്തെയും PDP-യുടെയും പ്രസ്താവനയാണ് ഇന്നായത്. CPM എങ്ങനെയാണ് അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്, അതിനൊരു ആയുധമാക്കാൻ? അല്ല, CPM നേരത്തെ തന്നെ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു നിലപാട് 2019 ശേഷം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാക്കുകൾക്ക് എന്തെങ്കിലും തരത്തിൽ മാറ്റമില്ലാതെ അത് പോളിഷ് ചെയ്ത് പുതുതായിട്ട് MV ഗോവിന്ദൻ പറയുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അത് 2019 മുതൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 21 നിയമസഭാ തെരഞ്ഞെടുപ്പ്, പിന്നീട് ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വർഗീയ പാർട്ടികളുമായി ചേരുന്നു എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. അത് വർഗീയ മുന്നണിയായി എന്ന പുതിയൊരു വാചകമാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത്. അത് തുടർച്ചയായി തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കുറച്ചുകൂടി കടുത്തപ്പെട്ട ഭാഷയിൽ പറയുമെന്ന് തോന്നുന്നു. അത് സമാഹരിക്കുക എന്നുള്ളതായിരിക്കും രാഷ്ട്രീയ തന്ത്രം. കാരണം ഇത് രണ്ട് മുന്നണികളും ഇതിനെ വേറൊരു തരത്തിൽ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനെ മറ്റൊരു തരത്തിൽ കൊണ്ടുപോകുമ്പോൾ എവിടെ നിന്നൊക്കെ വോട്ട് കിട്ടാം എന്നുള്ള ചിന്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. നമ്മൾ ഈ കാണുന്നതെല്ലാം രാഷ്ട്രീയമായതുകൊണ്ട് ഈ വോട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോന്നുന്നു. അടിയിൽ കാണുന്നതല്ല, മോളിൽ കാണുന്നതല്ല, അടിയിൽ കാണുന്നതാണ് ഇതിനകത്ത് വസ്തുത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെ UDF ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ VD സതീശൻ പ്രസ് മീറ്റ് ഒക്കെ വിളിച്ചിരുന്നു? UDF പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഇത് നിഷേധിക്കുന്നില്ല. നേരത്തെ മുല്ലപ്പള്ളി പ്രസിഡന്റായിരുന്ന കാലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വെൽഫെയറിന്റെ പിന്തുണ വരുന്നു. അന്ന് മുല്ലപ്പള്ളി ഇതിനെ എതിർക്കുന്നു. ഇലക്ഷനിൽ അന്ന് മുല്ലപ്പള്ളി എതിർക്കുന്നു. അപ്പോൾ കോൺഗ്രസിനകത്ത് രണ്ട് അഭിപ്രായം വരും. അന്ന് CPM ഇത് വലിയ തരത്തിൽ ഉപയോഗിച്ചു. പക്ഷേ ഇപ്പോൾ ഇന്ന് VD സതീശൻ ചെയ്തത് വെൽഫെയറിന്റെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. അവർ പ്രഖ്യാപിച്ചു, സ്വമേധയാ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി അത് തന്നെയാണ് പറഞ്ഞത്. അവരുടെ പിന്തുണ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചു, ആരും ആവശ്യപ്പെട്ടതല്ല. നേരത്തെ CPM ബന്ധം പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ നേരത്തെ അതിന് അവർ ഖണ്ഡിക്കുന്നത് ഇങ്ങനെയാണ്. CPM ആരോപണത്തെ ഖണ്ഡിക്കുന്നത്. നേരത്തെ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി CPM-ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങളിൽ പലയിടത്തും ആ നിലയ്ക്ക് ബാന്ധവമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിമർശനം CPM ഇപ്പോൾ ഉന്നയിക്കുന്നത് ദുഷ്ടലാക്കോടെയാണ് എന്നാണ് കോൺഗ്രസ് ഇതിന്റെ പ്രതിരോധിക്കുന്നത്. ഒപ്പം തന്നെയാണ് മറ്റൊരു വിവാദം കൂടി ഉയർന്നു വന്നത്. അതിലേക്കൂടെ നമുക്ക് വരാം. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ അങ്ങനെ വിവാദം നടക്കുന്നുണ്ട്. അത് ആർക്ക് വോട്ടായി തീരും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് PDP-യുടെ കാര്യം കൂടി ഈ വിഷയത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. PDP LDF-നാണ് പ്രഖ്യാപിച്ചത്. അതെ, PDP ഒരു വർഗീയ കക്ഷിയല്ല എന്ന നിലപാടാണല്ലോ ഇന്നിപ്പം LDF സ്വീകരിച്ചത്. അതേസമയം തന്നെ വെൽഫെയർ പാർട്ടി ആ നിലയ്ക്കല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് LDF വരികയാണ്. മറ്റൊന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ ആ ഒരു പിന്തുണ പ്രഖ്യാപിക്കലാണ്. അത് തമാശയായി പറയുമ്പോൾ തമാശ. കാരണം ഈ സ്വാമിമാരുടെ ഏറെക്കുറെ തോക്കു സ്വാമിയാണെങ്കിലും നേരത്തെ വന്നിരുന്നു. മറ്റു സ്വാമിമാരൊക്കെ ശരിക്കും തമാശ കൂടിയാണ്. പക്ഷേ